ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 27-ാം ഞായർ. ഇന്നത്തെ വായനകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വിവാഹത്തെക്കുറിച്ചാണ്. വിവാഹം നമുക്കറിയാം, മനുഷ്യവർഗത്തിൻ്റെ ഒരു വിധത്തിൽ അടിസ്ഥാനമാണത്. സഭയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം ഗാർഹിക സഭയാണ്, കുടുംബമാകുന്ന സഭ എന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൻ്റെ പ്രാധാന്യവും കുടുംബത്തെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കുടുംബത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യാനാവും എന്ന കാര്യവുമെല്ലാം ഇന്നത്തെ വായനകൾ വെളിവാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം, വിവാഹം എന്നത് ദൈവം സ്ഥാപിച്ചതാണ്. ഈശോ പറയുന്നില്ലേ, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. തൻ്റെ സ്നേഹത്താൽ നിറച്ച് ഒരു പുരുഷനെയും സ്ത്രീയെയും സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ ബന്ധിച്ചുകൊണ്ടാണ് ദൈവം കുടുംബത്തിന് ആരംഭമിടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ അതിനെക്കുറിച്ചാണ് കേൾക്കുന്നത്. ദൈവം സൃഷ്ടികർമ്മം നടത്തിയപ്പോൾ ഓരോന്നും നല്ലത് 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 എന്ന് കണ്ടു. എന്നാൽ ഒരു കാര്യം മാത്രം നന്നല്ല എന്ന് കണ്ടു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ദൈവം അന്വേഷിക്കുമായിരുന്നു. അതിനുവേണ്ടി ലോകത്തുള്ള എല്ലാം മനുഷ്യൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഒന്നിനും അവനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുവാൻ സാധിച്ചില്ല. അവിടെയാണ് പുരുഷൻ്റെ വാരിയിലെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചതും ആ പെൺകുട്ടിയെ, ആ സ്ത്രീയെ പുരുഷൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതും അവരെ ഒന്നാക്കുന്നതും. അപ്പോൾ ആദ്യത്തെ കുടുംബത്തെ സ്ഥാപിച്ചത്, ഉരുവാക്കിയത് ദൈവം തന്നെയാണ്. അത് ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിലാണ് നമ്മളത് വായിക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 26-27 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു, പുരുഷനും സ്ത്രീയുമായി അവരെ സൃഷ്ടിച്ചു എന്ന് പറയാണ്. പുരുഷനും സ്ത്രീയും എന്നതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് ഒരു വിധത്തിൽ നമുക്ക് പറയാം വരനും വധുവുമാണ്, അല്ലെ ഭാര്യയും ഭർത്താവുമാണ്. അവർ ഒന്നാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ദൈവം മഹത്വപ്പെടുക എന്ന് വേണേൽ പറയാം. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി ദൈവം വരുത്തിയ സംവിധാനമാണ് കുടുംബജീവിതം. നല്ല കുടുംബമുണ്ടെങ്കിൽ അവിടെ മനുഷ്യവർഗവും നന്നാകും. നേരെ മറിച്ച് കുടുംബം തകർന്നതാണെങ്കിലോ അവിടെ ജനിച്ചു വളരുന്ന കുട്ടികളൊക്കെ ഒരു വിധത്തിൽ ലോകത്തിൽ നാശം വരുത്തുന്നവരാകാം. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള പദ്ധതിയിൽ മനുഷ്യവർഗത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ദൈവം വരുത്തിയ സംവിധാനമാണ് പ്രിയപ്പെട്ടവരെ കുടുംബജീവിതം. നമുക്കറിയാം, ഈ പുതിയ നിയമത്തിൽ ഈശോ ആദ്യത്തെ അത്ഭുതം തന്നെ ചെയ്യുന്നത് ഒരു കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. കാനായിലെ കല്യാണം വിരുന്ന്. രക്ഷകൻ തന്നെ ഈ ലോകത്തിലേക്ക് വരുമ്പോഴേ നമുക്കറിയാം, പഴയ നിയമം മുഴുവനും രക്ഷകൻ്റെ വരവിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരുക്കമാണ്. ആ ഒരുക്കത്തിൻ്റെ പൂർത്തീകരണം എവിടെയാണ് നമ്മൾ കാണുന്നത് എന്നറിയാവോ? തിരുക്കുടുംബത്തെ സ്ഥാപിച്ചുകൊണ്ടാണ്. യൗസപിതാവിനെയും മാതാവിനെയും സ്നേഹത്തിൽ ഒന്നിപ്പിച്ചുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ ദാനമെന്ന രീതിയിൽ അവർ പരസ്പരം സ്വീകരിച്ച് ഐക്യപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവർക്ക് മകനായി ദൈവപുത്രൻ ജനിച്ചു. എന്നിട്ട് ആ ദൈവപുത്രനെ അവർ വളർത്തിയെടുക്കുക, ലോകത്തിൻ്റെ രക്ഷകനെ വളർത്തിയെടുക്കുവാൻ ദൈവം കുടുംബത്തെ സ്ഥാപിച്ചു. ആ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രിയപ്പെട്ടവരെ കുടുംബജീവിതം നന്നായി നിറവേറപ്പെടുമ്പോഴുണ്ടല്ലോ, ഈ ലോകം മുഴുവനും സ്നേഹത്താൽ നിറയും. ഈ ലോകത്തിൽ ജീവൻ നിലനിൽക്കുകയും സംരക്ഷിക്കപ്പെടുകയും വളർത്തപ്പെടുകയും ചെയ്യും. സ്നേഹിക്കുവാനും ജീവനേകാനുമുള്ള വിളിയാണ്, ദൗത്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വിവാഹത്തിലൂടെ നൽകപ്പെടുന്നത്. ദൈവവും അതാണല്ലോ ചെയ്യുന്നത്. ഒരു വിധത്തിൽ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി, സ്നേഹിക്കുക ജീവനേകുക എന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിൽ നടക്കപ്പെടുന്നു. അങ്ങനെ നടക്കുന്ന ആ കാര്യമാണ് ഒരു വിധത്തിൽ കുടുംബത്തിലെ കൂട്ടായ്മയിലൂടെ ദൈവം നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം രണ്ട് വ്യക്തികളെ തൻ്റെ സ്നേഹത്താൽ നിറച്ച്, പരിശുദ്ധാത്മാവിലൂടെ തൻ്റെ സ്നേഹം അവരുടെ ഹൃദയങ്ങളിലേക്ക് നിറച്ച്, ആ സ്നേഹത്തിൽ പരസ്പരം സമർപ്പിച്ച് ഐക്യപ്പെടുത്തി കുടുംബമായി ജീവിക്കുവാൻ ദൈവം അവരെ ഒരുക്കിയെടുത്തത് മനുഷ്യരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടാണ്.
പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കുമ്പോഴേക്കും ഇന്നത്തെ സങ്കീർത്തനം പ്രത്യേകിച്ച് പറയുന്നത് 128 സങ്കീർത്തനമാണ്. ആ ഒരു കുടുംബം എങ്ങനെ അനുഗ്രഹമായി മാറും. ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുന്ന ഒരുവന് നല്ലൊരു കുടുംബം ഉണ്ടാകുമെന്ന് പറയാണ്. ആ കുടുംബത്തിൽ ഐശ്വര്യം വരുത്തുന്നവളായി അവൾ മാറും. മുന്തിരിച്ചെടി പോലെ അവൾ സമൃദ്ധി വരുത്തും കുടുംബത്തിൽ. അതേപോലെ അവിടുത്തെ മക്കളോ, അവരെല്ലാം അഭിഷേകത്താൽ നിറഞ്ഞ, ശക്തിയാൽ നിറഞ്ഞ ഒലിവുതൈകൾ പോലെ മേശയ്ക്ക് ചുറ്റുമാകുക എന്ന് പറയുകയാണ്. അപ്പോൾ നല്ലൊരു കുടുംബജീവിതം അവിടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ശ്രദ്ധ വയ്ക്കുന്നു. പരസ്പരം അനുഗ്രഹിക്കുവാനും അനുഗ്രഹമാകാനും ശ്രദ്ധിക്കുന്നു. അവിടെ പ്രിയപ്പെട്ടവരെ സമൃദ്ധിയുണ്ട്, സംതൃപ്തിയുണ്ട്, കൃപാവരമുണ്ട്, ഐക്യമുണ്ട്, സ്നേഹമുണ്ട്. നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വായനയിലേക്ക് നോക്കുമ്പോൾ അവിടെ പ്രിയപ്പെട്ടവരെ ഈശോയെക്കുറിച്ച് പറയാണ്. ദൈവം തൻ്റെ പ്രിയപുത്രനിലൂടെ മനുഷ്യവർഗത്തെ മൊത്തം സ്നേഹിച്ചു. അത് സഹനത്തിലൂടെയാണ്, സമർപ്പണത്തിലൂടെയാണ്. ഒരു വിധത്തിൽ ആ വിവാഹത്തിലെ ആ കൊടുക്കൽ വാങ്ങൽ വരുവാണ് അവിടെ. അതാണ് അവിടെ വെളിവാക്കപ്പെടുക. ഒരു വിധത്തിൽ ഈശോ അർപ്പിച്ച പരമബലി, അതിലൂടെയാണല്ലോ പ്രിയപ്പെട്ടവരെ മഹത്വം വരിക. ആ മഹത്വം വരുത്തുന്ന ആ നിത്യബലി, ആ ബലിയിൽ പ്രിയപ്പെട്ടവരെ ബലി അർപ്പിക്കപ്പെടുന്നതും അതേപോലെ ബലി അർപ്പകനും ഒരു വിധത്തിൽ ഈശോ തന്നെയാണ്. ആ ഈശോയുടെ സ്ഥാനത്താണ് ഓരോ കുടുംബത്തിലെയും ഭാര്യയും ഭർത്താവും വരുന്നത്. അവർ സഹിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുക, തൻ്റെ കാര്യം നോക്കുവല്ല. ഞാൻ നിനക്ക് വേണ്ടിയാണ്, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, നിനക്ക് നന്മ വരണമെന്ന് തീവ്രമായി ആശിച്ച് അത് വരുത്താൻ വേണ്ടി എന്നെ തന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുക. അതാണല്ലോ പ്രിയപ്പെട്ടവരെ സ്നേഹം എന്ന് പറഞ്ഞാൽ. യഥാർത്ഥ സ്നേഹം മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് തീവ്രമായി ആശിച്ച് ആ നന്മ വരുത്താൻ വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുക. അങ്ങനെ ആ സ്നേഹത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ ജീവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുക, ജീവൻ വളരുക, ജീവൻ സംരക്ഷിക്കപ്പെടുക. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ കുടുംബത്തെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന പല കാര്യങ്ങളും വരുക. അവിടെയാണ് നമ്മൾ പറയുന്നത് എന്താണ്, ഈ വിവാഹമോചനത്തെക്കുറിച്ചുള്ള കാര്യമാണ് അവിടെ വരുന്നത്. ഒരു വിധത്തിൽ വിവാഹമോചനം വേണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യമായിട്ടാണ് ഫരീസയർ ഈശോയെ സമീപിക്കുന്നത്. അവർ മോശയുടെ ആ നിയമം ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, മോശ ഞങ്ങൾക്ക് അനുമതി തന്നിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ അവിടെ ആ വിവാഹമോചന കുറി കൊടുത്ത് ഒരു പുരുഷന് സ്ത്രീയെ ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞ്. എന്നാൽ പ്രിയപ്പെട്ടവരെ അവിടെ കർത്താവ് പറയാണ്, ഹൃദയകാഠിന്യം വന്നാലാണ് പ്രിയപ്പെട്ടവരെ ആ വിവാഹമോചനത്തിൻ്റെ ആവശ്യകത വരിക. ഹൃദയകാഠിന്യം, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് വിവാഹമോചനത്തിന് മോശ അനുമതി നൽകിയത്. എന്നാൽ ദൈവത്തിൻ്റെ യഥാർത്ഥ പദ്ധതി അതായിരുന്നില്ല. ആദിയിൽ തന്നെ ദൈവം സൃഷ്ടികർമ്മം നടത്തുമ്പോഴേ വിവാഹ ജീവിതത്തെ അവിടുന്ന് ദൈവം സ്വപ്നം കണ്ടു. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കണ്ട ആ വിവാഹത്തിൽ സ്നേഹം നിത്യം നിലനിൽക്കുന്നത് പരസ്പരമുള്ള പൂർണ്ണമായ സമർപ്പണമാണ്. പരസ്പരം പൂർണ്ണമായി സമർപ്പിച്ച് നീ എൻ്റേതാണ്, ഞാൻ നിൻ്റേതാണ് എന്നൊരു ബോധ്യത്തോടെ അങ്ങനെ ഉടമ്പടി ചെയ്ത് പരസ്പരം ഒന്നായിത്തീരുന്ന ഒരു അനുഭവമാണ്. അവിടെ ദൈവമായിട്ടുള്ള ഉടമ്പടി അടിസ്ഥാനപരമായിട്ട് ഒരില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചുള്ള ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പരസ്പര ഉടമ്പടിയാണ്. ഞാൻ നിൻ്റേതാണ്, നീ എൻ്റേതാണ് എന്ന് പറഞ്ഞ് പരസ്പരം സമർപ്പിക്കുക. ജീവിത അവസാനം വരെ നിലനിൽക്കുന്ന നിത്യമായ ഉടമ്പടിയാണ്. ദൈവത്തിന് നിത്യമായ ഉടമ്പടിയുടെ പ്രതീകമാണ് പ്രിയപ്പെട്ടവരെ വിവാഹത്തിലെ ഉടമ്പടി. അതുകൊണ്ടാണ് ആ ഉടമ്പടിയെ നമ്മൾ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കരുത് എന്ന് ഈശോ പ്രത്യേകമായിട്ട് പറയുന്നത്. മരണം വരെ നീണ്ടു നിൽക്കുന്ന, പരസ്പരം പൂർണ്ണമായി സമർപ്പിക്കുന്ന, പരസ്പരമുള്ള പൂർണ്ണമായ സ്നേഹത്തിൽ ഐക്യപ്പെടുന്ന, അവർ പിന്നെ രണ്ടല്ല ഒന്നാണ് എന്ന് പറയുന്ന ആ ഒരവസ്ഥ നമ്മൾ ഓർക്കുക. അവിടെ കർത്താവ് പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ഈ വിവാഹ ജീവിതത്തിലെ ബന്ധത്തെ തകർക്കുന്ന, വിവാഹബന്ധത്തെ തകർക്കുന്നതെല്ലാം വിട്ടുകളയണം. അത് മറ്റുള്ള ബന്ധങ്ങളാകട്ടെ, ഈ ലോകത്തിലെ മറ്റെന്തെങ്കിലും കാര്യമാകട്ടെ, അതെല്ലാം വിട്ടുകളയണം. എന്നിട്ടോ പരസ്പരം ഐക്യപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ കൃപയാൽ നിറയപ്പെടണം, ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടണം, പരസ്പരം ഹൃദയം തുറന്ന് സംഭാഷണം നടത്തണം. അങ്ങനെ പരസ്പരം ഹൃദയം തുറന്ന് സംഭാഷണം നടത്തി പരസ്പരം സമർപ്പിച്ച് എൻ്റെ കാര്യം എന്നതിനേക്കാൾ നിൻ്റെ കാര്യം എന്ന ഒരു ബോധത്തോടെ മറ്റുള്ളവരിൽ ശ്രദ്ധ വെച്ച്
എനിക്ക് സ്നേഹിക്കാൻ ഒരാളെ കിട്ടിയല്ലോ എന്നൊരു ബോധത്തോടെ, എന്നെ സ്നേഹിക്കാൻ ഒരാളെ കിട്ടിയല്ലോ എന്ന ബോധത്തോടെയല്ല, എനിക്ക് സ്നേഹിക്കാൻ ഒരാളെ കിട്ടിയല്ലോ എന്നുള്ള ബോധ്യത്തോടുകൂടി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് പ്രിയപ്പെട്ടവരെ ഈശോ ആവശ്യപ്പെടുക. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് കുട്ടികളെ കൊണ്ടുവരുന്ന ആ കാര്യം പറയുന്നുണ്ട്. ഈശോ പറയാണ്, കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരുവാൻ നിങ്ങൾ തടസ്സപ്പെടുത്തരുത്. വിവാഹ ജീവിതത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിലേക്ക് കുഞ്ഞുങ്ങൾ വരിക. ആ കുഞ്ഞുങ്ങൾ വരുന്നതിനെ നിങ്ങൾ തടസ്സപ്പെടുത്തരുതേ എന്ന് ഈശോ പ്രത്യേകം പറയാണ്. വിവാഹത്തിലെ സ്നേഹം ജീവനേകുന്ന പ്രക്രിയയിലേക്ക് നയിക്കണം. നമ്മൾ അങ്ങനെ ജീവനേകുന്ന പ്രക്രിയ എന്ന് പറയുമ്പോൾ ശാരീരികമായ ജീവൻ മാത്രമല്ല, ആത്മീയമായ ജീവനുണ്ട്, വൈകാരിക ജീവനുണ്ട്, സാമൂഹിക ജീവനുണ്ട്, ബൗദ്ധിക ജീവനുണ്ട്. എല്ലാം കുട്ടികൾക്ക് കൊടുത്ത് അവരെ നല്ല മനുഷ്യരായി, പൂർണ്ണ മനുഷ്യരായി, ദൈവമക്കളായി വളർത്താൻ നമുക്ക് സാധിക്കണം. പരസ്പരം ദൈവത്തിൻ്റെ ദാനമായി കണ്ട്, പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് മക്കളെ ദൈവത്തിൻ്റെ ദാനമായി സ്വീകരിച്ച്, ദൈവം തങ്ങളെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിരിക്കുവാണ് എന്നൊരു ബോധത്തോടെ അവരെ ദൈവത്തിൻ്റെ മക്കളായി വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നതിനേക്കാളും അത് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. അവർ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഒരു വിധത്തിൽ നമ്മളെ അവിടുന്ന് അതിനുവേണ്ടിയുള്ള ഉപകരണമായി എടുത്തിരിക്കുന്നു എന്നാണ്. നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്നേഹമാണ് പകർന്നു കൊടുക്കേണ്ടത്. ദൈവത്തിൻ്റെ പ്രതിനിധികളായി നമ്മൾ അവരെ പരിപാലിക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധ വയ്ക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകത്തിൽ പലപ്പോഴും വിവാഹത്തെക്കുറിച്ചുള്ള മൂല്യം ഒത്തിരി കുറഞ്ഞു പോയതുപോലെയുണ്ട്. അനേകർ വിവാഹം കഴിക്കുവാൻ പോലും ഭയപ്പെടുക. വിവാഹം കഴിച്ചവർ പെട്ടെന്ന് വിവാഹമോചനം നേടുവാൻ ശ്രദ്ധിക്കുക. ചില ആൾക്കാർ എന്തായാലും കല്യാണം കഴിച്ചു പോയില്ലേ എന്ന് പറഞ്ഞ ഒരു രീതിയിലാണ് ജീവിക്കുന്നത്. സത്യത്തിൽ വിവാഹത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം എന്താ? ഓരോ കുടുംബവും ഒരു സ്വർഗത്തിൻ്റെ അനുഭവമായി മാറണം. അവിടെ ദൈവം കൂടെ വസിക്കണം. അവിടെ സ്നേഹം നിറഞ്ഞു നിൽക്കണം. സന്തോഷവും സമാധാനവും അവിടെ കളിയാടണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ വിവാഹമോചനം വരുത്തുന്ന ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും വന്നാൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും വേഗം അത് നികത്താനായിട്ട് ശ്രദ്ധിക്കുക. അതിനെ പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുള്ള പ്രധാനപ്പെട്ട വഴികൾ എന്താണെന്നോ? ഒന്ന്, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളോടൊത്ത് വസിക്കും. ദൈവം നമ്മളോടൊത്ത് വസിക്കുമ്പോഴോ നമ്മൾ സ്വർഗീയരായി മാറുക. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് പരസ്പരം ഹൃദയം തുറന്ന് സംഭാഷണം നടത്തണം. പലപ്പോഴും പല കുടുംബങ്ങളിലും നല്ല സംഭാഷണങ്ങളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലരും പരസ്പരം സംസാരിക്കുന്നതിന് പകരം ഇപ്പോഴത്തെ ഈ സെൽഫോണും ഒക്കെ ഉണ്ട്, അതിലൂടെ മറ്റുള്ളവരുമായിട്ട് എല്ലാം വർത്തമാനം പറയുക. ചിലപ്പോൾ ഒരുമിച്ച് കിടക്കയിൽ കിടക്കുമ്പം പോലും പരസ്പരമുള്ള വർത്തമാനം അല്ല, മറ്റുള്ളവരോടുള്ള വർത്തമാനം. അതല്ല വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഹൃദയം തുറന്ന് പരസ്പരം സംഭാഷണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള രഹസ്യം അതാണല്ലോ, നല്ല സംഭാഷണം. അതേപോലെ ഒരുമിച്ചുള്ള ഭക്ഷണം നമ്മൾ ഒരുമിച്ച് ഭക്ഷിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. കല്യാണം കഴിക്കലും ഭക്ഷണം കഴിക്കലും തമ്മിലുള്ള ഒത്തിരി ബന്ധമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മൾ ആ രീതിയിൽ ഒരുമിച്ച് ഭക്ഷിക്കുക. ആ ഒരുമിച്ചുള്ള ഭക്ഷണമുണ്ടല്ലോ ദിവ്യ കുർബാനയെ ഓർമ്മപ്പെടുത്തും. ഈശോയുടെ സ്നേഹവും അനുഗ്രഹവും രക്ഷയും നമുക്ക് പകർന്നു തരുന്ന ആ ദിവ്യ കുർബാനയുടെ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആ വിവാഹ ജീവിതത്തിലെ ഒരുമിച്ചുള്ള ഭക്ഷണം. ഇനി പരസ്പരം ബന്ധപ്പെടുമ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക, നമ്മൾ ഈശോ ഈ ദിവ്യ കുർബാനയിൽ ഈ കൂദാശവചനങ്ങൾ പറയില്ലേ, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന എൻ്റെ ശരീരം, ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം. ഒരു വിധത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം ബന്ധപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാ തരത്തിലും പ്രിയപ്പെട്ടവരെ പരസ്പരം പറയുന്നത് ഇതാണ്, ഇതെൻ്റെ ശരീരമാണ്, നിനക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന എൻ്റെ ശരീരം. ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങനെ പറഞ്ഞ് പ്രിയപ്പെട്ടവരെ സ്നേഹത്തിൽ ഒരുമിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുടുംബത്തിലെല്ലാവരും ഒരുമിച്ച് ഉല്ലസിക്കുവാൻ നമ്മൾ തയ്യാറാവുക. ഉല്ലാസം നമ്മുടെ സ്നേഹത്തെ ഒത്തിരി വളർത്തും, നമ്മുടെ കുടുംബത്തെ ഒത്തിരി ഐശ്വര്യം നിറഞ്ഞതാക്കും. നമ്മുടെ ഓരോ കുടുംബവും പ്രിയപ്പെട്ടവരെ അനുഗ്രഹം നിറഞ്ഞതാകട്ടെ. ദൈവം കൂടെ വസിക്കട്ടെ. ദൈവാനുഭവത്താൽ നിറയുന്ന അനുഭവമാകട്ടെ. ആ കുടുംബജീവിതത്തിൽ അനൈക്യം വരുത്തുന്നതെല്ലാം, കുടുംബജീവിതത്തെ തകർക്കുന്നതെല്ലാം അത് പലപ്പോഴും ആസക്തികളൊക്കെയാണ്. ആസക്തികളുടെ മദ്യപാനവും
മയക്കുമരുന്നും അതൊക്കെ ഒരു വിധത്തിൽ പൊർണോഗ്രഫിയും ഒക്കെ പ്രിയപ്പെട്ടവരെ ആ കുടുംബജീവിതത്തിലെ ബന്ധത്തെ തകർക്കുന്നവയാണ്. അതുപോലെ നമുക്ക് ഒത്തിരി അഡിക്ഷൻ ഉണ്ടല്ലോ ഈ സെൽഫോണിനോട്, അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് പ്രിയപ്പെട്ടവരെ പരസ്പരം നമുക്ക് ഒരുമിച്ചിരുന്ന് നമുക്ക് സംഭാഷണം നടത്താൻ, സ്നേഹം പകരാൻ നമുക്ക് ശ്രദ്ധ വയ്ക്കാം. അങ്ങനെ നല്ല ഐശ്വര്യം നിറഞ്ഞ കുടുംബങ്ങളെ വാർത്തെടുത്തുകൊണ്ട് മനുഷ്യവർഗത്തെ തന്നെ രക്ഷയുടെ പാതയിലൂടെ വഴി നടത്താൻ നമുക്ക് ശ്രദ്ധ വയ്ക്കാം. കുടുംബങ്ങൾ നല്ലതാകുമ്പോൾ മനുഷ്യവർഗം മുഴുവനും നല്ലതാകും. ദൈവം ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറയുന്നില്ലേ, എല്ലാം വളരെ നന്നായിരിക്കുന്നു. ആ രീതിയിൽ എല്ലാം വളരെ നന്നായിരിക്കാൻ തക്കവണ്ണമാക്കാൻ വിവാഹ ജീവിതത്തിലൂടെ ദൈവം പ്രിയപ്പെട്ടവരെ ആഗ്രഹിക്കുകയാണ്, ശ്രദ്ധിക്കുകയാണ്. നമ്മുടെ കുടുംബജീവിതം തകരാൻ ഇടയാകല്ലേ. നമ്മുടെ കുടുംബങ്ങളെ തകർക്കാൻ നമ്മളാരും ഉപകരണമാകല്ലേ. നമ്മുടെ കുടുംബം നന്നായിട്ട് രക്ഷ പ്രാപിക്കണം. തകർന്ന കുടുംബങ്ങളിലൂടെ പ്രിയപ്പെട്ടവരെ ഒത്തിരി വിഷമിക്കുക. നമ്മുടെ കുട്ടികളൊക്കെ ഒരു വിധത്തിൽ ചിലപ്പോൾ അക്രമികളോ അധർമ്മികളോ ഒക്കെ ആയിട്ട് വളരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കാരണം അവർക്ക് നല്ല കുടുംബത്തിൽ ജനിച്ചു വളരാൻ പറ്റിയില്ല എന്നതുകൊണ്ടാവാം. അപ്പനും അമ്മയും തമ്മിലുള്ള സ്നേഹമാണല്ലോ കുട്ടികളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അത് തകരുന്നു എന്ന് കണ്ടാലോ പ്രിയപ്പെട്ടവരെ, അത് അവരുടെ ജീവിതത്തിൻ്റെ തകർച്ച പോലെ അനുഭവപ്പെടാം. മദ്യപാന ആസക്തിയുടെയും അക്രമത്തിൻ്റെ ഒക്കെ കാരണമായി പലപ്പോഴും പറയുന്നത് പ്രിയപ്പെട്ടവരെ, നല്ല കുടുംബത്തിൽ ജനിച്ച് വളരാൻ പറ്റിയില്ല, അപ്പൻ്റെയും അമ്മയുടെയും സംരക്ഷണവും സ്നേഹവും അനുഭവിക്കാതെ വളർന്നു, അതുകൊണ്ടാവാം എന്ന് പറയുക. നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സമൂഹത്തിൻ്റെ തന്നെ അടിസ്ഥാനം കുടുംബമാണല്ലോ, സഭയുടെ അടിസ്ഥാനം കുടുംബമാണല്ലോ. നല്ല കുടുംബങ്ങളെ വാർത്തെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവം തൻ്റെ സ്നേഹത്താൽ നമ്മെ നിറയ്ക്കട്ടെ. പരിശുദ്ധാത്മാവിലൂടെ തൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയട്ടെ. ഈശോനാഥൻ പ്രിയപ്പെട്ടവരെ നമ്മളെ ഒരു വിവാഹത്തിൻ്റെ ഐക്യത്തിൽ, ആ പുതിയ ഉടമ്പടിയിൽ എന്ന് ഒന്നിപ്പിക്കട്ടെ. പരസ്പരം ഒന്നായി തീർന്ന് പരസ്പരം സ്നേഹിച്ച് ഐക്യപ്പെട്ട് അനുഗ്രഹമേകി രക്ഷയേകി സന്തോഷമേകി സമാധാനമേകി ജീവിക്കുവാൻ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപാവരം ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.